ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയോ ഇന്ന് ഇന്ത്യയിൽ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ജോബ് ഓഫർ ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണെന്നുള്ളത് നമ്മുടെയൊക്കെ അഭിമാനമായ ഇന്ത്യൻ റെയിൽവേ ആണ്. സോ ഇന്ത്യൻ റെയിൽവേയുടെ ബിടെക് ഡിപ്ലോമക്കാർക്ക് വേണ്ടിയിട്ടുള്ള RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ ഒരു ജൂലൈയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. RRBയുടെ കലണ്ടർ അനുസരിച്ച് മേ ബി ആ ജൂലൈ എന്നുള്ളത് ഓഗസ്റ്റോ സെപ്റ്റംബറിലോട്ടോ മാറാം. എന്നാലും അടുത്തൊരു 3 മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് RRB ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ വേക്കൻസിയുമായി വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് RRB ജൂനിയർ എഞ്ചിനീയർ. പക്ഷെ നമുക്ക് നമ്മുടെ PSC പോലെയൊന്നും ഒരുപാട് സമയമൊന്നും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ മുന്നിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ കാണില്ല. നമുക്ക് ഏകദേശം ഒരു 3 നോട്ടിഫിക്കേഷൻ വന്ന ഒരു 4 മാസത്തിനുള്ളിൽ ഫസ്റ്റ് CBTയും അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസത്തിനുള്ളിൽ സെക്കൻഡ് CBT ആയിരിക്കും നമുക്ക് എക്സാംസുകൾ വരുന്നത്. ഈവൻ ഇനി ഇത്തവണ അവർ ഒരൊറ്റ സ്റ്റേജ് ആക്കി മാറ്റുകയാണെങ്കിൽ പോലും നമ്മൾ മുന്നിൽ 4-5 മാസമായിരിക്കും നമുക്ക് എന്തിന് കിട്ടുന്നത്, പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നത്. സോ നമ്മൾ എത്ര നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് നമുക്ക് അത്രത്തോളം പെർഫെക്റ്റ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ പെർഫെക്റ്റ് ആക്കി മാറ്റാൻ ഇതാ സൈലം ടെക്നിക്കൽ പുതിയ RRB ജൂനിയർ എഞ്ചിനീയർ ഓൺലൈൻ ബാച്ച് ഈ വരുന്ന ജൂലൈ 1 മുതൽ ആരംഭിക്കുകയാണ്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള CBT 1ഉം CBT 2ഉം രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളുടെ ടെക്നിക്കലും നോൺ ടെക്നിക്കൽ പാർട്ടും രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പുതിയ റെക്കോർഡർ പ്ലസ് ലൈവ് ബാച്ച് ഈ വരുന്ന ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അതല്ല കോഴ്സ് കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞ് പുറത്തുള്ളവരാണെങ്കിൽ അതുപോലെ വീട്ടിൽ നിന്ന് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഈ ഒരു ഓൺലൈൻ ബാച്ചുകൾ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കത് വളരെ ബേസിക്സ് തുടങ്ങിയിട്ട് ആ ഒരു എക്സാമിൻ്റെ ഇപ്പോൾ ഈ ഒരു RRB ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു സിലബസ് ലെവലിൽ വരെ നമ്മൾ ആ സിലബസ് ലെവൽ വരെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി വഴി ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് സൈലം ടെക്നിക്കൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു കോഴ്സിൻ്റെ ഒരു ഏകദേശം ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 6 to 7 മന്ത് കൊണ്ട് നിങ്ങളെ കംപ്ലീറ്റ് CBT 1 and 2 ടോപ്പിക്സുകൾ നിങ്ങൾക്ക് കവർ ചെയ്യും. കാരണം അത് കഴിഞ്ഞാലും ഇപ്പം നമ്മളൊരു എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത ജനുവരി ഫെബ്രുവരിയിൽ ഫസ്റ്റ് CBTയും അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് സെക്കൻഡ് CBT ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വർഷം അവസാനത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ടോപ്പിക്കുകൾ കവർ ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ആ ഒരു JEE എക്സാം വരെ അല്ലെങ്കിൽ 1 year വരെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ആ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കാണാം, എത്ര തവണ വേണമെങ്കിലും ടെസ്റ്റുകളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാം. സോ ഒരു 6-7 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കംപ്ലീറ്റ് തീർത്തിട്ട് പിന്നെ നമുക്ക് റിവിഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകളൊക്കെയാണ് നമുക്ക് കണ്ടക്ട് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ CBT 1ഉം CBT 2 അടക്കം ഏകദേശം 4-5 മണിക്കൂറാണ് പെർ ഡേ ക്ലാസ്സുകൾ വരുന്നത്. വീക്കിലി ഒരു 5-6 ദിവസങ്ങളായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, ക്ലാസ്സുകൾ വരുന്നത്. ഇനി നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാം, ഇന്ന് കേരളത്തിലെ ഏറ്റവും ടോപ്പ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് സൈലം എന്ന് പറയുന്നത്. സോ സൈലത്തിൽ നിന്നും RRB ജൂനിയർ എഞ്ചിനീയറിന്റെ ഒരു ബാച്ച് അല്ലെങ്കിൽ ഒരു കോഴ്സ് വരുമ്പോൾ അതിലും ക്വാളിറ്റിയിൽ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ അത്രയും നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ക്ലാസ്സുകൾ വളരെ ബേസ് ലെവലിൽ നിന്ന് നമ്മുടെ ഈ ഒരു സിലബസ് ലെവൽ വരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡ് ലൈവ് ക്ലാസ്സുകളായിട്ട്, ചില ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡർ ആയിരിക്കും, ചില ക്ലാസ്സുകൾ ലൈവ് ആയിരിക്കും. സോ റെക്കോർഡർ ക്ലാസ്സസിൻ്റെയും അതിൻ്റെ ഡിസ്കഷനും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലൈവ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എഴുതുമ്പോൾ അപ്പോൾ എസ്പെഷ്യലി ഈ RRBക്കൊക്കെ നമ്മുടെ PSCയിലേക്കാളും ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാംസുകൾക്കൊക്കെയാണ്. കാരണം നമുക്ക് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ അത്രത്തോളം ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. സോ നിങ്ങൾ ടൈം മാനേജ്മെന്റ് നിങ്ങളെ എന്താ പറയുന്നത് ടൈം മാനേജ്മെന്റ് പ്രാക്ടീസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകൾ തീരുമ്പോഴും ആ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീക്കിലി അസസ്മെന്റ് ടെസ്റ്റുകൾ, സബ്ജക്ട് ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ. അപ്പോൾ നമ്മൾ ഈ എക്സാംസുകൾ വീണ്ടും അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ടൈം മാനേജ്മെന്റ് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇന്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ട് സെഷനുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ, വരാൻ സാധ്യതയുള്ള രീതിയിലുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുകൾ, പുതിയ ക്വസ്റ്റ്യൻസുകൾ, നിങ്ങൾക്ക് മാക്സിമം എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ നിങ്ങളെ ക്ലാസ്സിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യിക്കാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാം. റെഗുലർ ടെസ്റ്റ് സീരീസ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മെന്റർ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവാം കോഴ്സുകളെ കുറിച്ച്, സബ്ജക്റ്റുകളെ കുറിച്ച്, പിന്നെ നിങ്ങളെ പഠനം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളെ ബോധവൽക്കരിക്കാൻ, ഇതിനൊക്കെ ആയിട്ട് നിങ്ങൾ ആ കോഴ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു മെന്റർ നിങ്ങളെ ബാച്ചിന് അവൈലബിൾ ആയിരിക്കും. ദെൻ ഈ ഓരോ ക്ലാസ്സുകളുടെ ഓരോ ചാപ്റ്ററുകൾ അല്ലെങ്കിൽ 1-2 ചാപ്റ്ററുകൾ തീരുമ്പോൾ സ്പെഷ്യലായിട്ട് ആ ഒരു ക്ലാസ്സിന്റെ കൂടെ അല്ലാതെ സ്പെസിഫിക് ആയിട്ട് ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷനും ലൈവ് ഡിസ്കഷനും ഡൗട്ട് ക്ലിയറൻസ് സെഷൻ
സെഷനും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ടോപ്പ് റാങ്ക് അല്ലെ, നമുക്ക് എങ്ങനെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ പോരാ, ആ ഒരു ടോപ്പ് റാങ്ക് തന്നെ നമുക്ക് നേടിയെടുക്കണം, എന്നാലേ നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റൂ. നിങ്ങൾക്കറിയാം RRB ഒക്കെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര വേക്കൻസി ആണോ അതിൻ്റെ 3 ഇരട്ടിയാണ് അവർ ആ ലിസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിലേതെങ്കിലും അവസാനം വന്നിട്ട് നമുക്ക് കാര്യമില്ല, നമുക്ക് എന്ത് വേണം, ഒരു ടോപ്പ് റാങ്ക് തന്നെ നേടിയെടുക്കണം. നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത വർഷത്തോട് കൂടിയിട്ട് റെയിൽവേയിൽ ഒരു ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അപ്പോയിൻമെന്റ് നേടിയെടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ അത്രത്തോളം ടോപ്പ് ക്ലാസ്സുകളായിരിക്കണം, അത്രത്തോളം ടോപ്പ് എക്സാംസുകളായിരിക്കണം, വർക്കൗട്ട് സെഷനുകൾ ഉണ്ടായിരിക്കണം, അതുപോലെ നിങ്ങൾക്ക് എക്സാംസുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ കംപ്ലീറ്റ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സൈലം ടെക്നിക്കലിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. സോ ഈ ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ ഒരു RRB JE ജൂനിയർ എഞ്ചിനീയർ CBT 1 and 2 എന്ന് പറയുന്ന ഇത്രയും കുറഞ്ഞൊരു ഫീസിന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആവുക എന്ന് പറയുന്നത് പ്രയാസമാണ്. സോ നിങ്ങൾക്ക് ഫീസ് വരുന്ന ഓൺലി 7,000 മാത്രമാണ് ഓഫർ പ്രൈസിൽ വരുന്നത്. സോ ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സിനെ കുറിച്ചോ അതിൻ്റെ ടൈമിങ്ങിനെ കുറിച്ചോ എങ്ങനെയാണ് കാലാവധി അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു താഴെ തന്നിട്ടുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ജൂലൈ 1-നാണ് നമ്മുടെ ഈ RRB ജൂനിയർ എഞ്ചിനീയറിന്റെ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രത്തോളം വാക്കൻസി ഉള്ള, നിങ്ങൾക്കറിയാം ഈ ഒരു കാലത്ത് അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് ഇത്രത്തോളം വാക്കൻസിയിൽ, ഒരു മാസ് വാക്കൻസിയിൽ വരുന്ന RRB ജൂനിയർ എഞ്ചിനീയർ പോലുള്ള ഒരു എക്സാമിന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് തട്ടിക്കളയാൻ പാടില്ല. നിങ്ങളൊരു ഗവൺമെന്റ് ജോലി ലക്ഷ്യം വെക്കുന്നവരാണെങ്കിൽ, സ്വപ്നം കാണുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് കൈവെക്കേണ്ട, നിങ്ങളൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ് ഏതെന്ന് പറയുന്നത് RRB ജൂനിയർ എഞ്ചിനീയർ ഒന്നാണ്. സോ ഈ ഒരു ജൂലൈ 1-നാണ് നമ്മുടെ പുതിയ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫീസ് വരുന്നത് 7,000 ഓൺലി ആണ്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.